കൂരിയാട് അപകട മേഖല സന്ദർശിക്കുന്നത് ജനങ്ങൾ ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്. ഡിസാസ്റ്ററിനെ ടൂറിസമായി കാണരുതെന്നും കൂടുതൽ ആളുകൾ പോകുന്നത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. കൂരിയാട് ദേശീയപാത തകർന്നതോടെ അത് കാണാനായി ജനപ്രവാഹമാണ് ഒഴുകിയെത്തുന്നത്. തകർന്ന ഭാഗം കാണുന്നതിനും ഫോട്ടോയെടുക്കുന്നതിനും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനുമായി ആളുകൾ അപകട മേഖലയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് അപകട മേഖല സന്ദർശിക്കുന്നത് ജനങ്ങൾ ഒഴിവാക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചത്. ഡിസാസ്റ്ററിനെ ടൂറിസമായി കാണരുതെന്നും കൂടുതൽ ആളുകൾ പോകുന്നത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ പ്രദേശത്തേക്ക് വരുന്നത് തടയേണ്ടി വരും. കൂരിയാട് അപകടത്തിൽ വീണ്ടും ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തും. ജനങ്ങളുടെ സഞ്ചാരത്തെ ബാധിക്കാതെ ഗതാഗതം ക്രമീകരിക്കും. കൂരിയാട്ടെ വലതുവശത്തെ സർവീസ് റോഡ് ട്രാഫിക്കിന് തുറന്നുകൊടുക്കാം എന്നാണ് ദേശീയപാത അതോറിറ്റി പറഞ്ഞത്. അവിടെ ചില അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് NHI അറിയിച്ചതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വളരെയധികം ജനങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ആ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം കൊളാപ്സായിരിക്കുന്നു. വളരെ കൊളാപ്സായ രീതിയിലാണ് നമ്മൾ റോഡ് കാണുന്നത്. അപ്പം അത് വേറൊരു ദുരന്തം ഉണ്ടാകാൻ ഇടവരാത്ത രീതിയിൽ കൂടുതൽ ജനങ്ങൾ ഈ ടൂറിസ്റ്റ് ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന. നമ്മൾ കഞ്ചഷൻ ഇല്ലാത്ത രീതിയിൽ ട്രാഫിക് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട റോഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കഞ്ചഷൻ ഉണ്ടെന്നുള്ളത് ഫാക്റ്റാണ്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. RTOയിൽ നിന്നും പോലീസിൽ നിന്നും തഹസിൽദാർമാരിൽ നിന്നും ലോക്കൽ പബ്ലിക്കിൽ നിന്നും ഇൻപുട്സ് എടുത്തിട്ട് ഏത് രീതിയിലാണ് ചില സ്ഥലങ്ങളിൽ വൺ വേ ആക്കുന്നതിനും പ്രാദേശികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ചെറിയ റോഡുകളായതുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണം ഒരു ട്രാഫിക് ഡൈവേർഷൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അഭ്യർത്ഥിക്കേണ്ട കാര്യം കൂടുതൽ ജനങ്ങൾ ആ പ്രദേശത്തോട്ട് സന്ദർശിക്കരുത്. നമുക്കൊരു അതിന് നമ്മൾ തീരുമാനം എടുക്കാൻ പോവുക, തടയേണ്ടി വരും. എന്ന് വെച്ചാൽ ആ ഡെബ്രിസ് മാറ്റേണ്ട വർക്ക് തുടങ്ങേണ്ടി വരും. റൈറ്റ് ഹാൻഡ് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ആ റോഡിൻ്റെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് സർവീസ് റോഡ് ഡാമേജ്ഡ് അല്ല. അപ്പോൾ അത് ട്രാഫിക്കിന് തുറന്നു കൊടുക്കാൻ പറ്റിയാൽ കുറേ ട്രാഫിക് പ്രശ്നങ്ങൾ. പക്ഷെ അതിന് അനുകൂലമായിട്ടൊരു റിപ്പോർട്ടാണ് പ്രിലിമിനറി ആയിട്ട് എക്സ്പേർട്സ് തന്നിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ്. പക്ഷെ അതിന് കുറച്ച് കറക്ഷൻ ചെയ്തതിന് ശേഷം റൈറ്റ് ഹാൻഡ് സൈഡ് തുറന്നു കൊടുക്കണം. അപ്പോൾ അതിനുള്ള പ്രവൃത്തി നമുക്ക് ചെയ്തെടുക്കും. അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ ദേശീയ ഹൈവേ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതി വിമർശനമുയർത്തി. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇടക്കാല റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. സംഭവിച്ച കാര്യങ്ങളിൽ കേരളത്തിന് സന്തോഷമില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ജനങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന പാതയാണ് തകർന്നതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. കൊച്ചിയിലെ റോഡുകളുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. മലപ്പുറം, തൃശൂർ, കാസർഗോഡ്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ദേശീയപാതയിൽ വ്യാപക വിള്ളലും മണ്ണിടിച്ചിലും കണ്ടെത്തിയത്. മലപ്പുറത്ത് എടരിക്കോട്, മമ്മാലിപ്പടിയിലാണ് ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയത്. കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ് താഴുകയായിരുന്നു. തൃശൂർ ചാവക്കാട് നിർമ്മാണം പുരോഗമിക്കുന്ന മണ്ണത്തല പ്രദേശത്താണ് മേൽപ്പാലത്തിന് മുകളിൽ വിള്ളൽ കണ്ടെത്തിയത്. കാസർഗോഡ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന മാവുങ്കൽ കല്യാൺ റോഡിന് സമീപമാണ് വിള്ളൽ കണ്ടെത്തിയത്. കണ്ണൂരിൽ ദേശീയപാതയ്ക്ക് സമീപം തളിപ്പറമ്പ് കുപ്പത്താണ് വ്യാപക മണ്ണിടിച്ചിലുണ്ടായത്. കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. നിർമ്മാണത്തിന് മുമ്പ് ഭൂമിയുടെ അവസ്ഥ പരിശോധിച്ചില്ലെന്നും ഭൂമി ബലപ്പെടുത്തുന്നതിൽ അശ്രദ്ധ കാണിച്ചുവെന്നുമായിരുന്നു ഗതാഗത മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം IITയിലെ റിട്ടയർഡ് പ്രൊഫസർ ഉൾപ്പെടെയുള്ള 3 അംഗ വിദഗ്ധ സംഘം പ്രദേശം സന്ദർശിച്ചിരുന്നു. തുടർന്ന് ഇവർ ഗതാഗത മന്ത്രാലയത്തിന് റിപ്പോർട്ടും നൽകി. പിന്നാലെ കരാർ കമ്പനിയെ ഡീബാർ ചെയ്യുകയും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 കാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്.